ഹലോ ഗൈസ്, കാണാമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് കേട്ടോ. വികസനം കഴിഞ്ഞ സർക്കാരിന് അതിന് മുന്നിലത്തെ സർക്കാരെല്ലാം വികസനം എന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഇപ്പം നിയമസഭ ഇതിൽ ഒത്തിരി കണ്ടൻറ്റ് ഓരോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. വികസനം അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റവരത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇതല്ല. അതെന്തോ ആയിക്കോട്ടെ. എൻ്റെ ഒരു ചോദ്യം, ഒരേ ഒരു സംശയവും ഒരേ ഒരു ചോദ്യവും എനിക്ക് കുറച്ച് ദിവസമായിട്ടുള്ളതാണ്. ഏത് മന്ത്രി, ഏത് MLA, ഏത് ആരോഗ്യ, ഏത് ആ സ്ഥാനത്ത് ഇരിക്കുന്ന ഏതേലും വ്യക്തി ചികിത്സയ്ക്കോ ഐസിയുവിലോ ഒരു മരണമോ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും മന്ത്രിമാർ ഏതെങ്കിലും ഒരു അസുഖത്തിന് രോഗത്തിന് ചികിത്സിക്കുന്നത് ഓരോ ആശുപത്രികൾ പണിഞ്ഞു, അവിടെ വികസനം നടത്തി എല്ലാം ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സംശയം ഇതേ ഉള്ളൂ, ഏതെങ്കിലും ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് അവരുടെ ഏതെങ്കിലും മരണം റിപ്പോർട്ട് ചെയ്യുവോ, അല്ലെ അവരുടെ ഏതെങ്കിലും ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടിവരയിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് 1-2 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി അനുഭവിച്ചതാണ്. ഒരു സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് ഞാൻ ഓരോ കാര്യത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചികിത്സയ്ക്കില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കിടക്കാൻ ബെഡില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാം കിടന്നിട്ട് ഞങ്ങളുടെ ജീവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. ഞങ്ങൾ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് വലിയ വമ്പിച്ച സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ മുടക്കി ചികിത്സിക്കാനുള്ള വരുമാനമില്ല. അതുകൊണ്ട് ഒരു ജീവൻ ഞങ്ങൾക്ക് നഷ്ടമായിപ്പോയി. അന്ന് ഞങ്ങൾ പഠിച്ച കാര്യമായിരുന്നു. എനിക്ക് അന്നേ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് അതിനുള്ള അവസരം എനിക്കിപ്പോൾ എലക്ഷൻ എന്നൊരു സാധനം ഇപ്പം നടക്കുമ്പം ഓരോ നോട്ടീസുകൾ നമ്മുടെ പടിവാതിൽക്കൽ വരുമ്പം അതിനകത്ത് നോട്ടീസ് തന്നെ ഓരോ റിപ്പോർട്ട് ഇങ്ങനെ ഓരോന്ന് രേഖപ്പെടുത്തുമല്ലോ. ഞാനത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ വികസിച്ചു, 5 വർഷം അല്ല 4 വർഷം കൊണ്ട് ഞാൻ വികസിച്ചു, എൻ്റെ നാട് നന്നായി. ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മന്ത്രി വ്യക്തിയോ ഏതെങ്കിലും MLA വ്യക്തിയോ അല്ലെങ്കിൽ അതുപോലെ തലസ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും അസുഖത്തിനോ ഏതെങ്കിലും കാര്യത്തിനോ റിപ്പോർട്ട് ഒരെണ്ണമെങ്കിലും ഇതിനകത്ത് നിരത്തി കാണിക്കുവാണെങ്കിൽ ഞാൻ അതിനൊക്കെ അടിവരയിട്ട് കൈയടിച്ച് ഞാൻ പാസ്സാക്കാം. ഇതിനുള്ള കമൻറ്റും എനിക്ക് കിട്ടിയേ പറ്റൂ.